നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. അതിപ്രധാന വാർത്തകൾ. ജനങ്ങൾക്ക് നൽകിയത് സത്യസന്ധമായ വികസനമെന്ന പ്രധാനമന്ത്രി. ദാരിദ്ര്യമുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കി. സർക്കാർ പദ്ധതികളെ യുനിസെഫ് പോലും അംഗീകരിച്ചു. രാഷ്ട്രപതി അവതരിപ്പിച്ചത് 25 വർഷത്തേക്കുള്ള വികസനമെന്നും ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ നരേന്ദ്രമോദി. വസുധൈവ കുടുംബകമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആത്മനവീകരണവും സമൂഹത്തിന്റെ നവീകരണവുമാകണം ലക്ഷ്യം. തപസ്യ കലാസാഹിത്യവേദി സുവർണോത്സവം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് മോഹൻ ഭാഗവത്. UN മനുഷ്യാവകാശ സമിതിയിൽ മുഖം തിരിച്ച അമേരിക്ക. പലസ്തീനുള്ള UN സഹായം ഉറപ്പാക്കുന്ന അസോസിയേഷനുള്ള പിന്തുണ പിൻവലിക്കും. US പിന്മാറ്റം പഴയ ട്രംപ് നയത്തിന്റെ തനിയാവർത്തനം. ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി ഗുജറാത്തും. പ്രായോഗികത പഠിക്കാൻ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ അധ്യക്ഷതയിൽ 5-അംഗ സമിതി. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറെന്ന ഹമാസ്. പുതിയ നിലപാട്. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തിയതിന് പിന്നാലെ. വിശദമായ വാർത്തയിലേക്ക്. ജനങ്ങൾക്ക് നൽകിയത് സത്യസന്ധമായ വികസനമെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി. ദാരിദ്ര്യമുക്ത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതികളെ യുനിസെഫ് പോലും അംഗീകരിച്ചു. രാഷ്ട്രപതി അവതരിപ്പിച്ചത് 25 വർഷത്തേക്കുള്ള വികസനമെന്നും ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇവരുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദൻ, പ്രധാനമായും പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് ലോക്സഭയിൽ വ്യക്തമാക്കിയത്? രാഷ്ട്രപതിയുടെ സുരേഷ്, വിമർശനങ്ങളും എതിർപ്പുകളും സ്വാഭാവികമാണ്. പാർലമെന്റിൽ പങ്കെടുത്ത് സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് ജനങ്ങളാകുന്ന ദൈവത്തോട് നന്ദി പറയുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ 1.25 മണിക്കൂറിലധികം നീണ്ടുനിന്ന പ്രസംഗം ആരംഭിച്ചത്. രാഷ്ട്രപതിയുടെ പ്രസംഗം വികസിത ഭാരതം എന്ന ലക്ഷ്യം ശക്തമാക്കുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ആദ്യമായി സൂചിപ്പിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യരേഖ മറികടന്നു എന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് കഴിഞ്ഞ 10 വർഷമായി സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, വനവാസികൾക്ക്, ഗോത്ര വിഭാഗങ്ങൾക്ക്, മാത്രമല്ല രാജ്യത്തെ പിന്നോക്കം വരുന്ന വിഭാഗങ്ങൾക്കായി BJP സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ സാധ്യമാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമായിരുന്നു പ്രധാനമന്ത്രി വിവരിച്ചത്. മാത്രമല്ല, 10 വർഷം മുമ്പ് 2014 മുമ്പ് എന്തായിരുന്നു അവസ്ഥ, സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരുന്നു, ഗോത്രവർഗക്കാരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, പ്രധാനമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് BJP ഒരു കാരണവശാലും നൽകില്ല എന്നുള്ളതാണ്. 4 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകി. അതിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് സ്ത്രീകൾക്കാണ്. അതേപോലെ തന്നെ 12 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യമായി ഇനിയും മുന്നോട്ട് പോവുകയാണ്. 5 വർഷം കൊണ്ട് 12 കോടി ജനങ്ങൾക്ക് പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ സാധ്യമായത് BJPയുടെ വികസന ലക്ഷ്യം കൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഒരു പാർട്ടി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചത്. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന കാലം. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്നും 1 രൂപ നൽകുമ്പോൾ ഗ്രാമത്തിൽ അത് 15 പൈസ മാത്രമായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ ഇന്ന് 40 കോടി രൂപ നേരിട്ട് സാധാരണക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് നൽകാൻ സാധിച്ചു. ഇത് BJPയുടെ വലിയ നേട്ടമാണ്. അതേപോലെ തന്നെ രാജ്യത്ത് ജനിക്കുക പോലും ചെയ്യാത്തവർക്ക് അതായത് ഈ രാജ്യത്ത് ജനിക്കുക പോലും ചെയ്യാത്തവർക്ക് പല പദ്ധതികളുടെയും ഗുണഭോക്താക്കളായി എന്നുള്ളതാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ 25 വർഷത്തേക്കുള്ള വികസന രേഖയാണ് രാഷ്ട്രപതി അവതരിപ്പിച്ചത് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയത്. ആ നേട്ടങ്ങൾ എന്താണ്, ഇതുവരെ ഉള്ള നേട്ടങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ഇനി പറയുകയുണ്ടായി. ഇനി വരാനിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം രാജ്യത്തെ പിന്നോട്ടെടുക്കുന്ന UPA സർക്കാരിന്, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നിരയെ അതിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചത്, അല്ലേ? പ്രധാനമന്ത്രി
പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് രാജ്യത്ത് 2047 ഭാരതം ഒരു വികസന രാജ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല ലക്ഷ്യമുണ്ടാകും, പലർക്ക് പല രീതിയിലുള്ള രാഷ്ട്രീയ വൈര്യമുണ്ടാകും. എന്നാൽ രാജ്യത്തിന്റെ വികസന പാതയ്ക്ക് ഇതൊന്നും തടസ്സമാകരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ ഓരോ വിഭാഗങ്ങളെയും രാജ്യം അല്ലെങ്കിൽ ഇപ്പോഴുള്ള സർക്കാർ ഓരോ പിന്നോക്ക വിഭാഗങ്ങളെയും എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേർരേഖ പ്രധാനമന്ത്രി വരച്ചു കാട്ടി. ഇതിനു മുമ്പ് ജനങ്ങൾക്ക് നൽകിയിരുന്ന പദ്ധതികൾ അത് അനർഹരായിട്ടുള്ളവരുടെ കൈകളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പല പദ്ധതികളും 10 കോടി അനർഹരായ ആളുകളാണ് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരുന്നത്. 3 ലക്ഷം കോടി രൂപ അനധികൃതമായി ഇങ്ങനെ അനധികൃത കരങ്ങളിൽ എത്തപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ സ്ഥിതി മറ്റൊന്നാണ്. സർക്കാർ ഓഫീസുകളിലെ സ്ക്രാപ്പ് വിറ്റ വകയിൽ 23,000 കോടി രൂപ ലഭിച്ചു. ഇങ്ങനെ പല പദ്ധതികൾ വഴി സമ്പാദിച്ച പണം, അതേപോലെ തന്നെ LED ബൾബുകൾ വിതരണം ചെയ്തത് വഴി വലിയ ഒരു 20,000 കോടി രൂപ അവിടെ ലാഭിക്കാൻ സാധിച്ചു. ഇങ്ങനെ ലാഭിച്ചു സമ്പാദിക്കുന്ന പണം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ 2014 മുമ്പ് സ്ഥിതി അതായിരുന്നില്ല എന്നുള്ളതും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നിലവിൽ വനവാസി വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ, ഇതെല്ലാം പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വനവാസികൾക്കായി ഒരു പ്രത്യേക മന്ത്രാലയം പോലും രൂപീകരിക്കാൻ സാധിച്ചത്. ഇപ്പോഴാണ് ഒരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചത്. മാത്രമല്ല, സഹകരണ മന്ത്രാലയം രൂപീകരിച്ച് ഈ മേഖല ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നു. അതേപോലെ തന്നെ വനവാസി വിഭാഗങ്ങൾക്കായി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കായി ഉള്ള കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് വലിയ നേട്ടമായി പ്രധാനമന്ത്രി എടുത്തു കാട്ടുന്നു. മാത്രമല്ല, മുൻപ് ഈ 2014 മുമ്പ് 387 മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 780 വർദ്ധിച്ച സാഹചര്യമുണ്ട്. 2014 മുമ്പ് 7,700 സീറ്റുകൾ മാത്രമായിരുന്നു MBBSന് ദളിത് വിഭാഗങ്ങൾക്ക് നൽകിയിരുന്നതെങ്കിൽ ഇന്നത് 17,000 വർദ്ധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ വനവാസി വിഭാഗങ്ങൾക്ക് 2014 മുമ്പ് 3,800 സീറ്റുകൾ മാത്രമായിരുന്നു MBBSന് ഉണ്ടായിരുന്നത്. ഇന്നത് 9,000 വർദ്ധിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ OBC വിഭാഗങ്ങൾക്ക് 14,000 സീറ്റുകൾ മാത്രമായിരുന്നു 2014 മുമ്പ് ഉണ്ടായിരുന്നത്. അത് ഇന്ന് 32,000 വർദ്ധിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കാരണമായത് പ്രീണനം ഒഴിവാക്കിയ നയമാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ട് വിവേചനം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ മോശം സമീപനം കാരണം ഈ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ, അതായത് ഡൽഹി സർക്കാരിനെ ഉന്നം വെച്ചാണ് ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്നുള്ള വിമർശനവും പ്രധാനമന്ത്രി ഇന്ന് സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത്. ചിലർ അർബൻ നക്സലുകളെ പോലെ സംസാരിക്കുന്നു. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുന്നു. അവർക്ക് ഭരണഘടനയെക്കുറിച്ചും രാജ്യത്തിൻ്റെ ഏകതയെക്കുറിച്ചും അറിയില്ലെന്നും വിമർശനം. ഭരണഘടനയുടെ അധികാരത്തിൽ നിന്നും ജമ്മു കാശ്മീരിനെ കോൺഗ്രസ് മാറ്റി നിർത്തിയെന്നും പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ये अर्बन नक्सल की भाषा बोलने वाले, इंडियन स्टेट के खिलाफ लड़ाई की घोषणा करने वाले न संविधान को समझ सकते हैं, न देश की एकता को समझ सकते हैं। आदरणीय अध्यक्ष जी, 7 दशक तक जम्मू एंड कश्मीर एंड लद्दाख उसे संविधान के अधिकारों से वंचित रखा गया. വസുധൈവ കുടുംബകമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ആത്മനവീകരണവും സമൂഹത്തിൻ്റെ നവീകരണവുമാകണം നമ്മുടെ ലക്ഷ്യം. ഈ ഹൈന്ദവ സംസ്കാരം ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ്. സത്യവും കരുണയുമാണ് ധർമ്മത്തിന് ആധാരം. നഷ്ടമായ ഈ മാർഗനിർദ്ദേശക തത്വം പുനഃസൃഷ്ടിക്കണം. തപസ്യ കലാസാഹിത്യവേദി സുവർണോത്സവം എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചിരികയാണ്. ജിജീഷ്, RSS സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്?
KP ഭാരതത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ ആ മഹത്തായ മൂല്യങ്ങളെ അത് പാഠമാക്കാൻ ലോകം അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. അതിന് ഭാരതം തയ്യാറാകണം. എല്ലാ കാലത്തും അതിന് ഭാരതം തയ്യാറായിട്ടുണ്ട് എന്നതടക്കമുള്ള ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെ, മഹത്തായ മൂല്യങ്ങളെ, സാംസ്കാരിക ഉന്നതിയെ എല്ലാം തന്നെ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ ഉയർന്ന മൂല്യങ്ങളെ ഒരിക്കൽ കൂടി അനാവരണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് നടത്തിയത്. മാത്രമല്ല ഈ തപസ്യയുടെ 50 വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടുള്ള ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളിലേക്കാണ് തപസ്യ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ തപസ്യയെ പോലുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ, കലാ സാംസ്കാരിക മേഖലയുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒപ്പം തന്നെ അത് നിറവേറ്റേണ്ട ആവശ്യകത എന്നിവയെല്ലാം ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഡോക്ടർ മോഹൻജി ഭാഗവത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. കേരളത്തിൽ തപസ്യയാണ് സാംസ്കാരിക രംഗത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായി പ്രവർത്തിക്കുന്നത് എങ്കിൽ, പ്രത്യേകിച്ച് ദേശീയതയിൽ ഊന്നിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ദേശീയ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് സംസ്കാർ ഭാരതി എന്ന നിലയിൽ രാജ്യത്താകമാനം അത്തരത്തിൽ വിവിധ സംഘടനകളിലൂടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അത് ഇനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിക്കപ്പുറം സമൂഹത്തിന് നന്മയ്ക്കുതകുന്ന പ്രവൃത്തികളാണ് വേണ്ടത് എന്ന കാര്യം തന്നെയാണ് മോഹൻജി ഭാഗവത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ലോകത്തിന് സംസ്കാരവും മൂല്യങ്ങളും പകർന്നു നൽകാനുള്ള ഉത്തരവാദിത്തം അത് ഭാരതത്തിനുണ്ട്. പൂർവ്വകാലങ്ങളിൽ അത് ഭാരതം ചെയ്തിട്ടുണ്ട്. ഭൂതകാലത്ത് അത്തരം പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോഴും അനുസൂതം തുടരുന്നു. അത് ഇനിയും തുടരേണ്ടതാണ് എന്ന് തന്നെയാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് ഇവിടെ വ്യക്തമാക്കിയത്. മാത്രമല്ല തപസ്യ എന്ന സംഘടന അത് ഉയർത്തുന്ന വലിയ ഒരു ആശയം, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല നിരവധി കലാരംഗങ്ങളിലെ നിരവധി പ്രമുഖരെ, കലാ സാഹിത്യ മേഖലകളിലെ നിരവധി പ്രമുഖരെ ഈ വേദിയിൽ വെച്ച് അദ്ദേഹം ആദരിച്ചു തപസ്യയ്ക്ക് വേണ്ടി. അങ്ങനെ കേരളത്തിൽ എങ്ങനെയാണോ ഒരു ശക്തമായ വ്യത്യസ്ത സ്വരമായി കലാരംഗത്ത്, സാംസ്കാരിക രംഗത്ത് തപസ്യ പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഒരു സമ്മിശ്രമായി തന്നെയായിരുന്നു ഇവിടെ എത്തിയ കലാ സാംസ്കാരിക രംഗങ്ങളിലെ ആളുകൾ. വിവിധ മേഖലകളിൽ നിന്ന് MSR ബാലഗോകുലത്തിൻ്റെ മാർഗദർശി MSR പങ്കെടുത്തു. MA കൃഷ്ണൻ എന്ന MSR, സദനം കൃഷ്ണൻകുട്ടി, ഒപ്പം തന്നെ പെരുവനം കുട്ടന്മാരാർ, തിരുവന ജയശങ്കർ, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, രാമേന്ദ്ര പുലവർ, ഔസേപ്പച്ചൻ, ആഷാമേനോൻ, ബാലകൃഷ്ണൻ, T കലാധരൻ, ശ്രീമൻ നാരായണൻ, രാമൻ നമ്പ്യാർ, ആർട്ടിസ്റ്റ് മദനൻ, ഉദയകൃഷ്ണ, MK ദേവരാജ് എന്നിവരെ എല്ലാം തന്നെ ഈ വേദിയിൽ ആദരിച്ചു. എങ്ങനെയാണ് കലാകാരന്മാർക്ക് ഭാരതം ഒരു മാതൃകയാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ കലാകാരന്മാരെ ഭാരതം പരിഗണിച്ചു വരുന്നിരുന്നത്, ഇപ്പോഴും പരിഗണിക്കുന്നത്, ആ ഒരു പരിഗണന അത് എന്നും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതും, ഒപ്പം തന്നെ തപസ്യ പോലുള്ള സംഘടനകൾ അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ഒരു സന്ദേശം പകർന്നുകൊണ്ടുകൂടിയായിരുന്നു ഇത്രയധികം കലാരംഗത്തെ, കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ ഒരേ വേദിയിൽ വെച്ച് ആദരിക്കുന്ന ചടങ്ങും നടന്നത്. വിവിധ കലാപരിപാടികൾ അടക്കം നടത്തിക്കൊണ്ട് തന്നെയാണ് തപസ്യയുടെ ഒരു സുവർണ ആഘോഷങ്ങളിലേക്ക്, സുവർണോത്സവത്തിൻ്റെ വഴികളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഒരു വർഷം നീളുന്ന വലിയ ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഡോക്ടർ മോഹൻജി ഭാഗവത് തുടക്കം കുറിച്ചതും. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ഐക്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മേന്മകളുടെയും എല്ലാം തന്നെ വലിയൊരു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്തത്. ജിജീഷ് കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ വാക്കുകളിലേക്ക്. We supplement this tradition of Satyam Shivam Sundaram, Atmano Mokshartham Jagadhitaya cha. Our precedent narrative. Vasudhaiva Kutumbakam, that is our goal. For that, we have to cleanse our life of all impurities. We mentioned that. That is our tradition. Tradition of Sahityakaras and Kalakaras. Tapasya prepares artists for this. In whole of Bharat, this work goes under the auspices of Sanskar Bharat. Here the same work is carried out in the name of Tapasya. These Sanskars and these Vichars, thoughts and the tendencies, they have to be reinstalled in our social as well as individual life. That is the only way for us to survive, for world to survive. The rest of the world is expecting everything from us. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ്.
തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ തുടർന്നാണ് നടപടി. കൽക്കാജിയിൽ പോലീസിനെ AP പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ഡൽഹിയിൽ നിശബ്ദ പ്രചരണം തുടരുകയാണ്. കൽക്കാജിയിൽ പ്രചരണത്തിനിടെ പോലീസുകാരെ AAP പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. MCC നിയമങ്ങളുടെ ഭാഗമായി പ്രചരണം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മുഖ്യമന്ത്രി അതീഷിക്കെതിരെ നടപടിയെടുക്കണമെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് BJPക്കായി പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി അതീഷിയും ആരോപിച്ചു. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ. 13,133 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും. ഡൽഹി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തുടർഭരണം നേടുമെന്ന് ആം ആദ്മി ക്യാമ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പുറത്തുവന്ന അഭിപ്രായ സർവേകൾ ഭൂരിപക്ഷവും BJPക്ക് അനുകൂലമാണ്. ജനം, ഡൽഹി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെതിരായ ആം ആദ്മിയുടെ ആരോപണങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താനാണ് കെജ്രിവാളും ആം ആദ്മിയും ശ്രമിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഒരാളല്ലെന്നും 3 അംഗ സമിതിയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. മസ്ജിദിന്റെയും ദർഗയുടെയും 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുതരില്ലെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നതായി AIMIM നേതാവും MP-യുമായ അസറുദ്ദീൻ ഒവൈസി. സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും 80കളിലേക്കും 90കളിലേക്കും രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശമെന്നും ഒവൈസി ചോദിച്ചു. വഖഫ് സ്വത്തുക്കൾ തങ്ങളുടേത് മാത്രമാണെന്നും അപഹരിക്കാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾ ആരെയും അനുവദിക്കില്ലെന്നുമായിരുന്നു ലോക്സഭയിൽ ഒവൈസിയുടെ ഭീഷണി. മുസ്ലിം സമൂഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ് വഖഫ് ഭേദഗതി ബിൽ. ഇപ്പോഴത്തെ രൂപത്തിൽ വഖഫ് നിയമം നിർമ്മിച്ചാൽ അത് ആർട്ടിക്കിൾ 25, 26, 14 എന്നിവയുടെ ലംഘനമാകുമെന്നും രാജ്യത്ത് സാമൂഹിക അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും അസദുദ്ദീൻ ഒവൈസി ആരോപിച്ചു. അഭിമാനമുള്ള ഇന്ത്യൻ മുസ്ലിം എന്ന നിലയ്ക്ക് മസ്ജിദിന്റെയും ദർഗയുടെയും 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുതരില്ലെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായി ഒവൈസി പറഞ്ഞു. സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും 80കളിലേക്കും 90കളിലേക്കും രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശമെന്നും ഒവൈസിയുടെ ഭീഷണി. I am cautioning and warning this government. If you bring and make a Waqf law in the present form, which will be violation of Article 25, 26 and 14, it will lead to social instability in this country. It has been rejected by the entire Muslim community. No Waqf property will be left. Nothing will be left, I say. You want to make India Viksit Bharat? We want Viksit Bharat. You want this country to take back into 80s and early 90s? It will be your responsibility. Because as a proud Indian Muslim, I will not lose an inch of my masjid. Forget about a masjid. I will not lose an inch of my dargah. I will not allow that. അതേസമയം ആരും നിയമത്തിന് അതീതരല്ലെന്നും നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്ന് വിസ്മരിക്കരുതെന്നും നിയമം നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പ്രതികരിച്ചു. വഖഫ് നിയമ ഭേദഗതിയുടെ മറവിൽ ഒരു വിഭാഗം ജനങ്ങളിൽ അനാവശ്യ ഭീതി പരത്തിയെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. ये भारत का संविधान किसी के पिताजी का संविधान नहीं है और ओवैसी गलतफहमी में ना जिए. ये कानून की राज है और देश का प्रधानमंत्री नरेंद्र मोदी देश कानून से चलेगा. कोई समाज मुसलमान हो या हिंदू, कानून से ऊपर कोई नहीं. बहुत डरा लिए देश को. जो लोग वोट के सौदागर हैं वे डरेंगे, लेकिन कानून से बड़ा कोई बनने की कोशिश न करे. जो कानून कहेगा वही वक्फ बोर्ड में होगा. वक्फ बोर्ड कोई हड़पो आंदोलन का व्यवस्था नहीं बनेगी. ആരാധനാലയങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് സർക്കാർ നയമെന്നും വഖഫ് ഭേദഗതിയുടെ പ്രയോജനം എല്ലാ വിഭാഗം ജനങ്ങൾക്ക് ലഭിക്കുമെന്നും വഖഫ് ഭേദഗതി നിയമം പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ജഗദംബിക പാൽ വ്യക്തമാക്കി. लोगों को फ़ायदा गरीब मुसलमान को, पसमानदा को, विधवा को, बच्चों को, अनाथ को मिले, लेकिन आज उसका फ़ायदा तो मिल नहीं रहा. मुतवल्ली केयर टेकर वक़्फ के इंटेंशन के विपरीत जिस तरीके से आप देख रहे हैं कि उस वक़्फ की ज़मीनों को खुर्द-बुर्द कर रहे हैं, तो आज उसके लिए एक अमेंडमेंट लेके आए हैं. खुद ओवैसी साहब उसके मेंबर रहे हैं. हर समय उन्होंने भाग लिया है, अपने अमेंडमेंट्स मूव किया है, उस पर वोटिंग हुई है, एडॉप्शन हुआ है, नोट ऑफ डिसेंट लगा हुआ. ജനം, ഡൽഹി.
ഉത്തരാഖണ്ഡിന് പിന്നാലെ ഗുജറാത്ത് മേഘ സിവിൽ കോഡ് നടപ്പാക്കുന്നു. വിഷയം പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് ഗുജറാത്ത് സർക്കാർ. സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജ് രഞ്ജന ദേശായിയുടെ അധ്യക്ഷതയിൽ 5 അംഗ സമിതിയാണ് രൂപീകരിച്ചത്. കഴിഞ്ഞ ജനുവരി 27-നാണ് ഉത്തരാഖണ്ഡിൽ UCC നിലവിൽ വന്നത്. ഇതിന് പിന്നാലെയാണ് BJPയുടെ മാതൃകാ സംസ്ഥാനമായ ഗുജറാത്തും ഏകീകൃത സിവിൽ കോഡിലേക്ക് കടക്കുന്നത്. UCC നടപ്പാക്കുന്നതിനെപ്പറ്റി പഠിക്കാൻ 5 അംഗ സമിതിയെ നിയോഗിച്ചു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വിയും ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു നിർണായക പ്രഖ്യാപനം. દેશના તમામ નાગરિકોને સમાન હક મળે તે માટે કોમન સિવિલ કોડનો દેશવ્યાપી અમલ કરવાનો નિર્ણય કર્યો છે. આદરણીય વડાપ્રધાન શ્રી નરેન્દ્રભાઈ મોદીની ભારતીય જનતા પાર્ટીની સરકાર જે કહેવું તે કરવું એક કાર્યમંત્રને અનુસરીને સરકાર કામ કરે છે. આર્ટિકલ 370ની નાબૂદી, વન નેશન વન ઇલેક્શન, નારી શક્તિ વંદના અધિનિયમ, ટ્રિપલ તલાક કાનૂન વગેરે માટે જે વચનો આપવામાં આવ્યા તે એક પછી એક પૂર્ણ થઈ રહ્યા છે. એ દિશામાં આગળ વધતા 45 ദിവസത്തിനകം 5 അംഗ സമിതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. വൈകാതെ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ഭൂപേന്ദ്ര പട്ടേൽ വ്യക്തമാക്കി. ബഹുഭാര്യത്വം നിരോധനം, പെൺകുട്ടികളുടെ വിവാഹപ്രായം 21, വിവാഹത്തിനും ലിവിംഗ് ടുഗദറിനും നിർബന്ധമായി രജിസ്ട്രേഷൻ, വിവാഹമോചനത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ ഉറപ്പ് തുടങ്ങിയ വ്യവസ്ഥകൾ അടങ്ങുന്നതാണ് ഉത്തരാഖണ്ഡിലെ UCC. ഇതേ വ്യവസ്ഥകൾ അടങ്ങുന്നതാകും ഗുജറാത്തിലെയും നിയമങ്ങൾ. ജനം, ഡൽഹി. രാജ്യാന്തരം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.